നാരായണ നമസ്തേ. അല്ല, ആരായി വന്നിരിക്കുന്നത്? ഉണ്ണിക്കുട്ടനും ഉണ്ടല്ലോ. കള്ളനായ കണ്ണനുണ്ണി വെണ്ണ കട്ടു തിന്നു. ഇരിക്കും മക്കളെ, സുനിൽ ഇവിടെ ഇല്ല. എവിടെ പോയെന്ന് ചോദിക്കേ. മുത്തശ്ശി എവിടെ പോയെന്നാ ചോദിക്കുക? അത് ചേച്ചിക്ക് തന്നെ അങ്ങ് ചോദിച്ചാൽ എന്താ? എടാ മുത്തിയുടെ കാര്യം പറ. നാളെ വല്യച്ചയുടെ പിറന്നാളാ, അതുകൊണ്ട് എല്ലാരും ഉണ്ണാൻ വേണമെന്ന് അമ്മ പറഞ്ഞേച്ചു. ഇവിടെ എല്ലാവരും രണ്ടുപേരാ, മുത്തശ്ശിയും ആ സത്യ ചേട്ടനും. എവിടെയോ പോയിരിക്കുക, കസർത്ത് കാട്ടി എല്ലോടിക്ക. കുഞ്ഞിരാമ, ഇവൻ എവിടെ പോയി കിടക്കുക? മക്കൾ ഇരിക്കണേ, മുത്തശ്ശി ഇപ്പൊ കാപ്പിട്ടുണ്ട്. മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ? അവിടെ വയ്ക്കേ. Number 27, physics. Physics, page number 27. നിങ്ങളുടെ ഈ പുതുമകളിലൊന്നും എനിക്കൊരു താല്പര്യവുമില്ല. ആഹാരം കഴിക്കാനാണ് ഞാൻ വന്നത്. വിളമ്പെന്നെങ്കിൽ വിളമ്പ്. അങ്കിളിനെ കണ്ടില്ലല്ലോ. ഇന്ന് തിയേറ്റർ ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് തുടങ്ങുന്ന ദിവസമാ, വരാൻ സ്വല്പം വൈകും. എങ്കിൽ എന്റെ കൊച്ചുമോൻ തന്നെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ്. എന്താ മോളെ, നിങ്ങൾ തമ്മിലുള്ള പിണക്കമെല്ലാം തീർന്നു? മുത്തശ്ശി, എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പറയട്ടെ. എന്തോന്ന്? ഫിസിക്സ്. ഫിസിക്സോ? അവന് വട്ടാ. നീ വേണ്ട കേട്ടോ. ഫിസിക്സ്, പേജ് നമ്പർ. നേരെ ഒരുപാടായി, വരൂന്ന് ഇരിക്കാം. നീ എന്താ പറയാ? ഫിസിക്സ് പേജ് നമ്പർ? അത് തന്നെ. വലിയ ആളാവരുത് കേട്ടോ. എന്താണമ്മേ, അവരിങ്ങോട്ടാണല്ലോ വരുന്നത്. അവരിവിടെ വന്നാൽ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. അവർ നടത്തുന്ന ടീച്ചറാണമ്മേ. അവരൊരു ചീത്ത സ്ത്രീയാണ്. അവരോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല മോളെ. കൊച്ചൂട്ട, അവരെന്നെ അന്വേഷിച്ചാൽ വാതിൽ തുറക്കരുത് കേട്ടോ. വാ മോളെ.
ഉഷേ ഉഷേ ആരാ? ഉഷയെ വിളിക്കൂ. നടനം സത്യഭാമ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവളങ്ങ് ഓടി വരും. ഓടി വരാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇല്ലയോ? എവിടെ പോയി? അവരെല്ലാരും കൂടി ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ അവിടെ ദൂരെ നിന്ന് നോക്കിയപ്പം അവളിവിടെ നിൽക്കുന്നത് പോലെ തോന്നിയല്ലോ. എന്താ അത് ശബ്ദം? അത് വെറും തോന്നലായിരിക്കും. ആണോ? ഉഷയും അവളുടെ ഭർത്താവും തമ്മിൽ സ്വരുമിപ്പിലാണോ അതോ ദിവസവും തമ്മിൽ തല്ലാണോ? ഇത് അടുക്കളക്കാരനോട് ചോദിക്കേണ്ട ചോദ്യമാണോ? അങ്ങനെ പറ. അപ്പൊ തല്ലും വഴക്കും തന്നെ. ഇതുകൊണ്ടാ മനുഷ്യരായാൽ കല്യാണമേ കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. ചേട്ടാ, നീ കഥകളി പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ കുറേശ്ശെ പഠിച്ചു തുടങ്ങി. നീ ആ കഥ ഒന്ന് തുറക്ക്, ഞാൻ വീടൊക്കെ കാണട്ടെ. അയ്യോ, ഞാനും ഇപ്പൊ പുറത്തോട്ട് പോവുക. എന്നാ പിന്നെ കാണാം. നീ ഒന്ന് തുറക്ക. അടുക്കളക്കാരനെ ഇങ്ങനെ. അപ്പൊ പിന്നെ ആ കൃഷ്ണകുമാർ എന്തൊരു അഹങ്കാരിയായിരിക്കും. ഈ കഥം തുറന്നു വെച്ച് അവൻ എന്ത് നഷ്ടം വരാൻ പോകുന്നു? പാടി. നീ എന്തിനാ അവനോട് സംസാരിച്ചത്? ഞങ്ങൾ ഫ്രണ്ട്സാണ്. നിനക്കറിയാമോ, അവനൊരു റൗഡിയാണ്. പെമ്പിള്ളേരെ ചീത്തയാക്കലാണ് അവന്റെ സ്ഥിരം തൊഴിൽ. ചേച്ചിക്ക് മാത്രം എന്തു ആവാം. ഞാൻ എന്ത് ചെയ്താലും തെറ്റ്. യു ആർ ടു സെൽഫിഷ്. ഞാൻ നിന്നോടൊന്നും പറയാൻ വരുന്നില്ല. എന്റെ സ്നേഹം നിനക്ക് മനസ്സിലാവില്ല. പോകും. 1 2 3 4 1 2 3 4 അച്ഛനെ ചെയ്യുന്നു ശരിയല്ല. ഞാൻ കാണിച്ചില്ല. അതോ 1 2 3 4 1 2 3 4 1 2 3 4 1 കൈ വെക്കൂ. ഈ കൈ വെക്കൂ. കാല് വെക്കൂ. കാല് വെക്കൂ. വീടലൊക്കെ വെക്കൂ. പൊക്കു. സ്വല്പം കൂടി. അതെ, എനിക്കും കൂടി ഒന്ന് പഠിപ്പിച്ചു തരും മാസ്റ്റർ. നീ പഠിച്ചിടത്തോളം മതി. നീ ചെയ്യുന്നൊക്കെ ശരിയാ. അത്ര മതി. ഇത് ഇതാ. അയ്യോ, മാസ്റ്റർ, ഞങ്ങൾ എന്ത് ചെയ്യണം? പോസ് കൊടുക്കൂ. മുഖം കൂടെ ഇരിക്കൂ.